പിന്നെ ചില പോസ്റ്റുകളിലൊക്കെ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടതാണ്. അത് അങ്ങനെയുള്ളവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വിജിലൻസ് ക്ലിയറൻസ് കിട്ടാത്തവരെയൊന്നും പരിഗണിച്ചിട്ടില്ല. ചില ക്ഷേത്രങ്ങളിൽ, പ്രധാന ക്ഷേത്രങ്ങളിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളത് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കണ്ണൂർ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർക്ക് പരോക്ഷ വിമർശനവുമായി ജനറൽ സെക്രട്ടറി MA ബേബി. സ്ഥാനാർത്ഥിത്വത്തിൽ സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്നാണ് MA ബേബിയുടെ പരാമർശം. മാധ്യമങ്ങൾ ദുഷ്പ്രചാരണങ്ങൾ നടത്തുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട കരുതലും ശ്രദ്ധയും ഉണ്ടാകണം. താനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പകരം മറ്റൊരാൾ മത്സരിച്ചാൽ മതി എന്ന് തീരുമാനിക്കാൻ ആ നേതാവ് തന്നെ മുൻകൈ എടുക്കുന്നതാണ് ശരിയായ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നുവെന്നും ബേബി ചൂണ്ടിക്കാട്ടി. UDFന്റെ കാര്യത്തിൽ അച്ഛൻ, മകൻ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ബന്ധങ്ങളുള്ള ഒട്ടേറെ പേർ സ്ഥാനാർത്ഥികളാവുകയും വിജയിക്കുകയും ചെയ്തിട്ടും മാധ്യമങ്ങൾ അത് പ്രശ്നമാക്കിയില്ല എന്നും MA ബേബി പറഞ്ഞു. നേരിട്ട് ഭാര്യ, ഭർത്തൃ, അച്ഛൻ, മകൻ ഇത്തരത്തിലുള്ള ബന്ധമുള്ള എത്ര 10-11 പേരുണ്ട്. ഒരു പത്രത്തിന് ഒരു പ്രശ്നമില്ല. ഇതിലുള്ള പാഠം എന്താണ്? കോൺഗ്രസിനും UDFനും ഒരു നീതി. CPMൽ ഇത്തരത്തിൽ ആകെ ആക്ഷേപം വന്നത് 2-3 കേസുകളിലാണ്. അത് സ്ഥാനാർത്ഥി മൊത്തത്തിൽ സ്റ്റേറ്റിലൊട്ടാകെയുള്ള സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ. അപ്പം ഇത് ബൂർഷ്വാ മാധ്യമങ്ങൾ നമ്മളെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള ദുഷ്പ്രചാരവേല നടത്തും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടും അവരെങ്ങനെ ദുഷ്പ്രചാരവേല നടത്തുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട കരുതലും ശ്രദ്ധയും അത് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവണം. ഇവിടെ ഇപ്പൊ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം, ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ള സ്വയംവിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക അറസ്റ്റ്. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്